അസ്സലാമു അലൈക്കും. ടേസ്റ്റി റോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള ഷവർമ്മകൾ ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുണ്ട്. പോക്കറ്റ് ഷവർമ്മ, പുട്ട് ഷവർമ്മ, അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിന്ന് ഞാൻ ബട്ടൂര ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടൂര ഷവർമ്മ ഉണ്ടാക്കാൻ എന്താ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഈസ്റ്റ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് ചൂടുള്ള പാൽ, ഇളം ചൂടുള്ള പാലാണ് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. ഈ കപ്പിന് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു നല്ല നിറച്ചില്ല, 3/4 കപ്പിൻ്റെ മേലായിട്ട് എടുത്തിട്ടുണ്ട് പാലിട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എണ്ണയിൽ പൊരിച്ച് കോരുന്നതാണ്, എന്നാലും എണ്ണ പിടിക്കണ ഇതൊന്നുമില്ല. ഇനി കയ്യിലൊന്നും കൂടെ എണ്ണ തടവിയിട്ട് കുഴച്ചെടുക്കുക. ഇനി അതിൻ്റെ മേലെ ഒന്ന് എണ്ണ തടവിയിട്ട് നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ചിക്കനാണ്. ചിക്കൻ അളവൊന്നും നോക്കിയിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായി കുഴച്ച് വെക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കാം. ക്യാപ്സിക്കത്തിനേക്കാളും നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് കുക്കുംബറാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. അല്പം പൊടിയും കൂടെ തൂവി കൊടുത്തിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുത്തിട്ട് 2 പാർട്ടാക്കി എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയേക്കായി ഒന്നും കൂടെ കുറച്ച് കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഈ കനത്തിൽ പരത്തിയെടുക്കുക നമ്മൾ. എന്നിട്ടൊരു കുപ്പിയുടെ മൂടി വെച്ചിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ മുറിച്ചെടുക്കുക. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുക നമുക്ക്. അപ്പോൾ ബാക്കി കൂടെ ഇതേ രൂപത്തിൽ പരത്തി മുറിച്ചെടുക്കുക. ഇപ്പോൾ ഒക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഇതിന് എടുക്കണ്ട കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ പത്തിരി ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, പെട്ടെന്ന് പൊങ്ങി കിട്ടും. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഫുൾ തീയിലിട്ട് ഇത് പൊരിച്ചെടുക്കരുത് കേട്ടോ, എന്നാൽ അത്യാവശ്യത്തിന് തീ വേണേനും. അപ്പോൾ ഈ രൂപത്തിൽ എല്ലാം നമുക്ക് പൊരിച്ച് കോരിയെടുക്കണം. ഇതെങ്ങനെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ പൊരിച്ചത് ക്രഷ് ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എടുക്കുന്നത് മയണൈസാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കൂടുതൽ വേണ്ട, കുറച്ച് മതി. പിന്നെ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാൻ വിട്ടതാണ്. പിന്നെ ഈ രൂപത്തിൽ നമുക്ക് ഓരോ പത്തിരി എടുത്തിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ പൊടിയായി വേണ്ടാന്നുള്ളവർക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി, അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് അങ്ങനെ ആവും. ചിക്കനൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി കടിക്കാൻ നല്ലോണം കിട്ടുമ്പോൾ കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി എടുത്താൽ മതി, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ നമുക്ക് പച്ചക്കറി ഇങ്ങനെ കഴിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.